വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ സ്കെയിൽ മോഡൽ കളക്ഷൻസിലുള്ള കുറച്ച് പേരെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വളരെ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രധാനിയാണ് ലാഡ 1500 എന്ന സെഡാൻ്റെ ഈ ഒരു മിനിയേച്ചർ. ആക്ച്വലി 1:18 സ്കെയിലാണിത്, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്, ഡൈകാസ്റ്റ് അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ് കേട്ടോ. കാരണം പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടിയും ഇതൊരു ഡൈകാസ്റ്റ് കാറിൻ്റെ അതേ ഫിനിഷിൽ നിലവാരത്തിലുമാണ് ഈ ഒരു മോഡൽ അവർ നിർമ്മിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഫ്രിക്ഷൻ മെക്കാനിസമാണ്. പിന്നെ ലൈറ്റ്സും അതോടൊപ്പം തന്നെ ടൈൽ ലൈറ്റ്സൊക്കെ ഫങ്ഷണബിൾ ആണ്. ചെറിയ മ്യൂസിക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ബാറ്ററി അല്പം ഡൗൺ ആണ്, അതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അടുത്ത ഐറ്റം ഈ കാണുന്ന സുസുക്കി ഹസ്ലറാണ്. ഇത് ആക്ച്വലി 1:18 സ്കെയിൽ ഡൈകാസ്റ്റ് മിനിയേച്ചറാണ്. സുസുക്കി ഹസ്ലർ ജപ്പാൻ ഡൊമസ്റ്റിക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇത് ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് വരുമെന്നാണ് കേൾക്കുന്നത്. എന്നാണ് മാരുതി പുറത്തിറക്കുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇതൊരു ലൈസൻസ്ഡ് വെർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിന് ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും കൊടുത്തിട്ടുള്ളത്. ഈവൻ ആ ലോഗോ പോലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1:18 ആണ്. അത്യാവശ്യം എന്താ പറയുക, ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഈ അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. പിന്നെ ഇത് പുൾ ബാക്ക് മെക്കാനിസം വരുന്നുണ്ട്. അതോടൊപ്പം ലൈറ്റ് ആൻഡ് സൗണ്ട് ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു കളക്ഷനിലൊരു വളരെ ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. ഞാൻ ആ എൻജിൻ ബേ കൂടി കാണിച്ചിരുന്നേ കണ്ടില്ലേ, എന്ത് ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻജിനിൽ തന്നെ സുസുക്കി എന്ന് എഴുതിയിട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ എംബ്ലം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഡിക്കി ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സുസുക്കി ഹസ്ലർ. അടുത്ത ഐറ്റമാണ് ഒരു റാലി ലെജൻഡാണ്. മിറ്റ്സുബിഷി ലാൻസർ എവല്യൂഷൻ 9 എന്ന മോഡലിൻ്റെ ഒരു ഡൈകാസ്റ്റ് മിനിയേച്ചറാണ് ഈ കാണുന്നത്. ലാൻസറൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ജാപ്പനീസ് മാർക്കറ്റിലോ അല്ലെങ്കിൽ വിദേശങ്ങളിലൊക്കെ റാലി കാറുകളുടെ കൂട്ടത്തിലെ രാജാവ് തന്നെയാണ് മിറ്റ്സുബിഷി ലാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാൻസറിൻ്റെ എവല്യൂഷൻ 9 എന്ന ജനറേഷൻ മോഡലിൻ്റെ ഒരു മിനിയേച്ചറാണിത്. ആക്ച്വലി ഇതിൻ്റെ 4 ഡോഴ്സും ഓപ്പണബിളാണ്. അതോടൊപ്പം ഡിക്കിയും പിന്നെ ബോണറ്റും ഒക്കെ ഓപ്പണബിളാണ്. കണ്ടില്ല, ആ ഒരു എൻജിൻ ബേ കണ്ടില്ല, കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ലൈസൻസ്ഡ് മോഡലല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഷോ പീസാണ്. അടുത്തത് പറയാനുള്ളത് വോക്സ്വാഗൺ ബീറ്റിലാണ്. വോക്സ്വാഗൺ ബീറ്റിലിൻ്റെ ഒരു ലേറ്റസ്റ്റ് ജനറേഷനാണ് ബീറ്റിൽ GSR എന്ന മോഡലിൻ്റെ ഒരു 1:18 സ്കെയിൽ മിനിയേച്ചറാണ് ഈ കാണുന്നത്. ഡൈകാസ്റ്റാണ്, മെറ്റലാണ്. ഇതിൻ്റെ 2 ഡോഴ്സ് ഓപ്പണബിളാണ്. അതോടൊപ്പം ഡിക്കി ഓപ്പണബിളാണ്. പിന്നെ ആ ഒരു ബോണറ്റ് ഏരിയയും ഓപ്പണബിളാണ്. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഫുൾ ബാക്ക് മെക്കാനിസമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കാണിച്ചത്. ഇതെല്ലാം പുറത്തുനിന്നുള്ള ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഞാൻ ഈ മോഡൽസൊക്കെ വാങ്ങിയത് ഫേസ്ബുക്കിലെ ദേശീയ കാർ ഓട്ടോകോളിക്സ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.